ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2 ഓർ മോർ ഷീറ്റ്സിലെ കണ്ടൻസ്, അതായത് 2 അതിലധികമോ ഷീറ്റിലുള്ള കണ്ടൻസ് വേറൊരു ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുണ്ട്, ഫീ സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുണ്ട് കുട്ടികളുടെ. ജാനുവരി, ഫെബ്രുവരി, ദെൻ മാർച്ച്, 3 മാസത്തെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഈ ഷീറ്റ് 4ന് കമ്പൈൻ എന്ന് പേര് കൊടുക്കാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ കമ്പൈൻ എന്ന് നെയിം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയായിരിക്കും കമ്പൈൻ ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത്? ഇത് കോപ്പി എടുക്കും, ഫുൾ കോപ്പി എടുക്കും, ഈ കമ്പൈൻ എന്നുള്ള ഷീറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. അതുപോലെ ഫെബ്രുവരിയിലെ മാറ്റർ സെലക്ട് ചെയ്ത് കോപ്പി എടുക്കും, അത് അതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യും. മാർച്ചിലെ കോപ്പി എടുക്കും, അത് ഫെബ്രുവരിയുടെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്ന മാറ്റർ കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെ അത് പേസ്റ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും സാധാരണ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് vstack എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹെഡിങ് അങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഫീ സ്റ്റേറ്റ്മെന്റ്, സീരിയൽ നമ്പർ, നെയിം, ഫീ, ഇത് നമ്മളിവിടെ കോപ്പി ചെയ്തെടുത്തു. ഈ കമ്പൈൻ എന്നുള്ള ഷീറ്റിൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അപ്പം നമ്മളിവിടെ ഹെഡിങ് കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു vstack, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ പറയുന്നുണ്ട് array 1, array 2 അങ്ങനെ പറയുന്നുണ്ട്. ഓരോ അറേ കഴിഞ്ഞിട്ട് നമ്മൾ കോമ കൊടുക്കണം. ഫസ്റ്റ് എനിക്ക് ജാനുവരിയിലെ മാറ്റർ ആണ് വേണ്ടത്. ജാനുവരി സെലക്ട് ചെയ്തു, ഷീറ്റ് എടുത്തു, അത് കറക്റ്റ് അറേഞ്ച് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ കോമ കൊടുക്കുക. ഫോർമുല ബാറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കോമ കൊടുക്കുക. ദെൻ ഫെബ്രുവരി സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ദെൻ മാർച്ച് സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് 3 മന്തിലെയാണ് നമ്മളിപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻറ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എല്ലാം കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ 10 ഇതായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. 10 പേരുടെ ഫീ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരുന്നത്. അത് ഒരു മാസത്തെ ഇവിടെ വന്നിട്ടുണ്ട്, ജാനുവരിയിലെ, ദെൻ ഫെബ്രുവരിയിലെ, അത് കഴിഞ്ഞ് മാർച്ചിലെ. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈൻ ചെയ്തു വന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇത് അൺഡു കൊടുത്തു, കൺട്രോൾ Z കൊടുത്തു. ഫസ്റ്റ് നമ്മൾ ഏത് ഷീറ്റിലേക്കാണോ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ആ ഷീറ്റിലേക്ക് വരിക. എന്നിട്ട് നമുക്ക് അതിലെ ഹെഡിങ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇവിടെ ഇതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഹെഡിങ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാത്തിലും സെയിം ഹെഡിങ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതിന് വേണ്ടിയാണ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ഫോർമുല ടൈപ്പ് ചെയ്യുക. അതിനുവേണ്ടി ഈക്വൽ സൈൻ കൊടുത്തു. ഫംഗ്ഷൻ വരുന്നത് vstack, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി array 1 എന്താന്ന് പറയാം. ഇപ്പൊ 3 മാസത്തെ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജാനുവരി സെലക്ട് ചെയ്തു, മാറ്റർ സെലക്ട് ചെയ്തു. ഇതാണ് കണ്ടന്റ് വരുന്നത്. ഫസ്റ്റ് മന്തിലെ ഇവിടെ കോമ കൊടുത്തു. ദെൻ ഫെബ്രുവരി സെലക്ട് ചെയ്യുക, മാറ്റർ കോമ കൊടുക്കുക. ദെൻ മാർച്ച് സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 3 മാസത്തെയാണ് എൻറ്റർ ചെയ്യുക. ഓക്കെ, അപ്പം 3ാമത്തെ ഷീറ്റിൽ നമുക്ക് 3 മാസത്തെ കമ്പൈൻ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, 3 ഷീറ്റിലെ കണ്ടന്റ് ഒരു ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ vstack എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.